അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ചെറുപയർ പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറുപയറും 1/2 കപ്പ് ചവ്വരിയും എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് പായസം റെഡിയാക്കാൻ പോകുന്നത്. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ചെറുപയറും ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതൊരു 3 മിനിറ്റ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിക്കിട്ടും. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് അടച്ച് വെച്ച് 3 വിസിൽ വരെ കേൾപ്പിക്കാം. 3 വിസിൽ വരെ കേൾപ്പിക്കുമ്പോൾ ഇവിടെ ചവ്വരിയും പയറും വെന്ത് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കി അതിൻ്റെ വെള്ളവും വേവും എല്ലാം കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. നമ്മളിവിടെ അരിച്ചെടുക്കുന്നുണ്ട്, ശർക്കരപ്പാനി അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചവ്വരിയിലും പയറിലോട്ടും നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കളറായിരുന്നു. എന്നിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുഞ്ഞു പീസാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒന്ന് റോസ്റ്റ് കളറായി വരുന്നവരെ ഒന്ന് ഇതാക്കുക. എന്നിട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഒന്ന് ഫ്രൈ ആക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പായസം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.